ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് സമർപ്പിക്കും. DGPയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഹരിമോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഹരി, ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നറിയുന്നു. അതിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണോ അന്വേഷണ സംഘമുള്ളത്? ദിവ്യ, അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വിവരം. അതായത് അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൂർത്തിയാക്കി സംസ്ഥാന പോലീസ് മേധാവി അതിന്റെ ഒരു ഉള്ളടക്കത്തിന്റെ ഏകദേശ സ്വഭാവം ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവെച്ചു എന്നുള്ളത് കൂടി അറിയുന്നുണ്ട്. പോലീസ് ആസ്ഥാനത്ത് വെച്ച് അടിയന്തരമായി ഒരു യോഗം ഇന്ന് ഉച്ചയോടുകൂടി ചേർന്നിരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കാര്യം, അല്ലെങ്കിൽ താൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാര്യവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ശുപാർശകളുടെയും ഒക്കെ തന്നെ ഒരു ഉള്ളടക്കം യോഗത്തിൽ വെച്ചുകൊണ്ട് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി DGP പങ്കുവച്ചത്. കാരണം ഇതിലെ പല വിഷയങ്ങളും അന്വേഷിച്ചത് മറ്റുദ്യോഗസ്ഥരായിരുന്നു. അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഒരു അന്തിമ രൂപം, റിപ്പോർട്ടിന്റെ ഒരു അന്തിമ രൂപം DGP നേരിട്ട് തയ്യാറാക്കിയത്. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ ചേർന്ന് ഉണ്ടായിരുന്ന ഒരു യോഗമായിരുന്നു ഇത്. ആ യോഗത്തിൽ വെച്ചിട്ടാണ് ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതികളിലെയും ആരോപണങ്ങളിലെയും ഒക്കെ തന്നെ റിപ്പോർട്ട് താൻ വൈകുന്നേരം സമർപ്പിക്കും, സർക്കാരിന് സമർപ്പിക്കും എന്നുള്ള കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പരാതികളും നടക്കുന്ന അന്വേഷണം, അതായത് PV അൻവർ MLA നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിവേഗത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കമുണ്ടായത്. മാത്രമല്ല RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ റിപ്പോർട്ട് കൂടി സമർപ്പിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ MR അജിത് കുമാറിന്റെ വിധി തീരുമാനിക്കുന്നത് കൂടി ആവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര ദിവസം കൂടി അജിത് കുമാർ ആ കസേരയിൽ തുടരും എന്നുള്ളത് കൂടി സർക്കാരിന് തീരുമാനിക്കാനുള്ള അവസരമാണ് ആ റിപ്പോർട്ട് കയ്യിൽ ലഭിക്കുന്നതോടുകൂടി കൈവരിക. മുഖ്യമന്ത്രിയാണ് ഇനിയിപ്പോൾ ആ റിപ്പോർട്ടിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആഭ്യന്തര സെക്രട്ടറിയുടെ ഇത്രയും ദിവസം ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരെ കാത്തിരിക്കൂ, റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ എപ്പോൾ നടപടി ഉണ്ടാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ ഒരു നടപടിയും പ്രതീക്ഷിക്കാമോ? നിലവിൽ CPIക്ക് ലഭിച്ച ഉറപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് എത്രയും വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളത് CPIക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വൈകാനുള്ള സാധ്യതയില്ല. ഇത് ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ടിൽ സംസ്ഥാന പോലീസ് മേധാവി എന്തൊക്കെ ശുപാർശകളാണ്, അതായത് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട ശുപാർശകൾ, ആ ശുപാർശകൾ പരിഗണിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. കാരണം അതിൽ സ്ഥലം മാറ്റം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയുമോ, അല്ലെങ്കിൽ സ്ഥലം മാറ്റം മാത്രം മതിയാകുമോ എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്ഥലം മാറ്റം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സാധാരണഗതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് RSS നേതാക്കളെ കണ്ടത് ശ്രദ്ധക്കുറവാണ് അല്ലെങ്കിൽ ജാഗ്രത കുറവാണ് എന്നൊക്കെയുള്ള കണ്ടെത്തൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു സ്ഥലം മാറ്റം എന്നുള്ളൊരു പരിഹാരം മാത്രം ഉണ്ടാവുന്നത്. പക്ഷെ മറിച്ച് അതിലൊരു സർവീസ് ചട്ട ലംഘനം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ADGPയെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് സ്ഥലം മാറ്റം മാത്രം കൊണ്ട് മതിയാവില്ല. അവിടെ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരും. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇരു റിപ്പോർട്ടുകളും നിലവിൽ അജിത് കുമാറിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനകത്ത് നൽകിയിരിക്കുന്ന ശുപാർശകൾ അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ശേഷം മാത്രമേ അതിനകത്ത് ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രധാനമായ രണ്ട് കാര്യങ്ങളിലാണ് അന്വേഷണം നടന്നത്. ഒന്ന്, PV അൻവർ MLA അജിത് കുമാറിനെതിരെ ഉന്നയിച്ച പരാതികൾ, ആരോപണങ്ങൾ. രണ്ടാമത്തേതാണ് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. ഈ രണ്ടാമത്തെ കാര്യത്തിലാണ് ഒരു അതിശക്തമായ നടപടിക്ക് വഴിവെക്കാവുന്ന റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതിൽ ആദ്യത്തേത് PV അൻവർ നൽകിയത് 15 പരാതികളാണ്. ആ 15 പരാതികളിൽ പല പരാതികളും ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനുമായി കൈമാറിയിട്ടുണ്ടായിരുന്നു. ബാക്കി പരാതികളിലാണ് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയതും. അതിലെ റിപ്പോർട്ടാണ് ഏറ്റവും പ്രാഥമികമായി ഇന്ന് സമർപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ തുടക്കത്തിലേക്ക്, അതായത് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ നിർണായകമാകുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൽ PV അൻവറിന് വേണ്ടത്ര തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് ആയിരിക്കില്ല
നിർണായകമാവുക. അത് RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നെയായിരിക്കും ഏറ്റവും നിർണായകമാവുക. കാരണം ഘടകകക്ഷിയായ CPI അടക്കം ഉന്നയിക്കുന്ന ആവശ്യവും RSS നേതാക്കളെ കണ്ട ഒരു ADGP ക്രമസമാധാന ചുമതലയുള്ള ഒരു കസേരയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതും പ്രതിരോധത്തിലാക്കുന്നതും ആ കൂടിക്കാഴ്ചയിൽ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തെ റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവീസ് ചട്ടലംഘനവും ഒപ്പം ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ ADGPക്കെതിരെ കണ്ടെത്തിയാൽ, DGP കണ്ടെത്തിയാൽ അത് വളരെ നിർണായകമാണ്. അത് സ്ഥലം മാറ്റത്തിൽ ഒതുങ്ങില്ല, സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാരിന് കടക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനിയും നടപടി നീട്ടിക്കൊണ്ടു പോകാനും സാധിക്കില്ല എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഉയരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം പല ഘട്ടങ്ങളിലായി LDF യോഗത്തിലും CPI സംസ്ഥാന സെക്രട്ടറിക്കും ഒക്കെ തന്നെ ഉറപ്പുകളായി മുഖ്യമന്ത്രി അത് നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനിയും എത്ര നാൾ അത്തരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. അന്വേഷണ റിപ്പോർട്ട് കിട്ടട്ടെ എന്നുള്ള മറുപടി മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് മുൻപിലേക്ക് വരുമ്പോൾ അത് അധികം കാലം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് അതിൽ നടപടി എടുക്കാതിരിക്കാൻ സാധിക്കില്ല. നടപടിയിലേക്ക് തന്നെ കടക്കേണ്ടി വരും. ഒരുപക്ഷെ അത് നിയമസഭ വീണ്ടും ചേരുമ്പോൾ, അതായത് തിങ്കളാഴ്ചയാണ് വീണ്ടും ചേരുന്നത്, അതിനു മുൻപ് തന്നെ ഒരു നടപടിയിലേക്കുള്ള സാധ്യതയാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നടപടി എന്ന് പറയുമ്പോൾ ഒരു ശക്തമായ നടപടിക്ക് തന്നെ സാധ്യതയുണ്ടോ, അതോ സ്ഥലം മാറ്റം പോലെയുള്ള ഒരു ചെറിയ നടപടിയെടുത്ത് നിലവിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിരിക്കുമോ ശ്രമിക്കുക, അതോ ശക്തമായ നടപടിയെടുത്ത് മുന്നണിക്കുള്ളിൽ നിന്നടക്കം ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ ഇല്ലാതാക്കാനായിരിക്കുമോ സർക്കാർ ലക്ഷ്യമിടുക? ദിവ്യ, CPI സ്ഥലം മാറ്റം കൊണ്ട് തൃപ്തിയണയും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് അജിത് കുമാറിനെ നിലനിർത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം. അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ വേണമെന്നുള്ള ആവശ്യമൊന്നും അവർ നിലവിൽ ഉന്നയിച്ചതായി അറിവില്ല. പക്ഷേ DGP സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഗുരുതര ചട്ടലംഘനം കണ്ടെത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് ലഭിക്കും. അത് ഏതെങ്കിലും വഴിക്ക് ആ വാർത്തകൾ പുറത്തു വരും. അപ്പോൾ സർക്കാർ അത്തരത്തിൽ ഗുരുതരമായ ചട്ടലംഘനം കണ്ടെത്തി പോലും സ്ഥലം മാറ്റത്തിൽ ഒതുക്കി നടപടി എന്നുള്ളൊരു ആക്ഷേപം കേൾക്കേണ്ടി വരും. അത് വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും. അത് നിയമസഭയിൽ അടക്കം ഉയരുന്ന ഒരു വിഷയമായിട്ട് മാറും. അതുകൊണ്ട് DGP നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കണ്ടെത്തലുകൾ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികൾ എന്നത് ഉറപ്പാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് തന്നെ DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രധാനമായും PV അൻവർ ഉന്നയിച്ച പരാതികളിലും അതുപോലെ തന്നെ DGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് DGP ഇന്ന് സമർപ്പിക്കുക. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.